ഒരു നാടിൻ്റെ നന്മയെക്കുറിച്ചാണ് പറയുന്നത്. ആ നന്മയുടെ തുടക്കം ഇവിടെ ഈ വീട്ടിൽ നിന്നാണ്. അങ്ങ് മലബാറിൽ നിന്ന് മലയങ്കീഴിലേക്ക് എത്തിയ ഒരു കുടുംബമുണ്ട് ഇവിടെ. ഉരുൾപൊട്ടലിന്റെ ഭീതിയിൽ നിന്ന് ആശ്വാസത്തണൽ തേടി എത്തിയതാണ് കോഴിക്കോട് മാവൂർ സ്വദേശി അസ്ലം, ഭാര്യ സലീന, മകൾ അംന ഷെറിൻ. അതിഥികളെ ഷെല്ലിയും കുടുംബവും സ്വീകരിച്ചു. മലയങ്കീഴിന്റെ ആശ്വാസ തണലിലെത്തിയ ആദ്യത്തെ കുടുംബം. ഇവരെന്താണോ എവിടുത്തുകാരെ എങ്ങനെയൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഇവിടെ വന്ന സമയത്ത് നമ്മളിവിടെ രണ്ട് കൈ നീട്ടി ഇവിടുത്തെ പഞ്ചായത്ത് ഈ വീട്ടുകാരെ നമ്മളെ സ്വീകരിച്ചു. അത് മാത്രമല്ല, എൻ്റെ മകൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സദ്യയും കാര്യങ്ങളൊക്കെ. വന്ന് രണ്ടാമത്തെ ദിവസം ചേച്ചി ഇവിടെ സദ്യയും കാര്യങ്ങളൊക്കെ കൊച്ചിന് ഉണ്ടാക്കി കൊടുത്തു. നല്ല ഫുഡും എല്ലാ രീതിയിലും, പെരുമാറ്റത്തിലും എല്ലാ രീതിയിലും ഈ കുടുംബത്തിനോടും ഈ പഞ്ചായത്തിനോടും ഞങ്ങൾ ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ്. അപകട ഭീതിയോടെ ദൂരങ്ങൾ താണ്ടി എത്തിയവരാണ്. ദ്വീപിൽ പെട്ടൊരവസ്ഥയല്ല. അതായത് 4 ഭാഗം വെള്ളമാണ്. വീട്ടിലേക്ക് കയറാനോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ പറ്റാത്ത സാഹചര്യം. നമ്മൾ സുഹൃത്തിൻ്റെ സ്റ്റാറ്റസ് കണ്ടു. ഇവിടെ ഇങ്ങനെ പഞ്ചായത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ വിളിച്ചു. ഇവിടെ മലയങ്കീഴ് പഞ്ചായത്ത് തന്നെ നിങ്ങൾ ഏറ്റെടുക്കാനുണ്ട്, നിങ്ങൾ കയറി പോരും മക്കളെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി വന്നതാണ് ഇവിടെ. പഞ്ചായത്തിന്റെ മേൽനോട്ടം, ഭക്ഷണവും സൗകര്യവും വീട്ടുകാർ തന്നെ ഉറപ്പാക്കും. ഞങ്ങൾക്ക് സന്തോഷമാണ്. മനുഷ്യനാകുമ്പോൾ ഉള്ളൊരു സുഖമുണ്ട്. പിന്നെ ഞാനും വൈഫും മോളും മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കൊരു കൂട്ടുകുടുംബം പോലെയായി. ഒരുപാട് ഫാമിലി ഇപ്പം ക്യാമ്പിലും നിൽക്കുന്നില്ലേ, അപ്പോൾ അവർക്ക് ചിലപ്പോൾ അങ്ങനെ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരും കാണും. അവർക്കൊക്കെ വന്ന് നിൽക്കാൻ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഭയങ്കര നല്ലതായിരിക്കും തോന്നുന്നു. ദുരന്തമുഖത്ത് നിന്നെത്തുന്നവരെ അതിഥികളായി സ്വീകരിച്ച് താൽക്കാലിക താമസ സൗകര്യം നൽകാൻ സ്വന്തം വീടുകളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നവർ ഇനിയുമുണ്ട് ഇവിടെ. ദുരന്തമുഖത്ത് നിന്ന് അഭയം തേടി വരുന്നവർക്ക് ആശ്രയമാവുകയാണ് മലയങ്കീഴ് പഞ്ചായത്തിലെ 31 വീടുകൾ. പുതിയ പാഠമാണ്, മാതൃകയാക്കാവുന്നതാണ്. ബിജു വി എസിനൊപ്പം ടി എസ് ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.